നമസ്തേ. പിന്നെ എന്തൊക്കെയുണ്ട്? സുഖല്ലേ? എനിക്ക് വലിയ സുഖമല്ല കേട്ടോ. ഉള്ള കാര്യം പറയുന്നതിന് എന്താ? എക്സാമിനൊക്കെ ആരെങ്കിലും സ്വിച്ച് കുത്തിരിക്കുമോ? ഇല്ലല്ലോ. ഒന്ന് ഫാൻ ഓഫ് ആക്കിക്കോട്ടെ. ഓക്കെ. അപ്പോൾ എനിക്ക് എക്സാം കഴിയണ വരെ വലിയ സുഖമൊന്നുമല്ല കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞാണേ. പിന്നെ ഞാനിപ്പോൾ വന്നെന്താ വെച്ചാൽ, എൻ്റെ അടുത്ത് കുറച്ച് ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ടായിരുന്നു, എക്സാം കഴിഞ്ഞോ എന്നൊക്കെ. കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിന് പിന്നെ ഞാൻ അതിൽ റിപ്ലൈ കൊടുക്കാഞ്ഞിട്ടാണ്. എക്സാം കഴിഞ്ഞിട്ടൊന്നുമില്ല, 3 കഴിഞ്ഞിട്ടുള്ളൂ. സൈക്കോളജി, സ്കൂൾ മാനേജ്മെൻറ്റ്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ഈ 3 കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനിയും 3 കൂടി ഉണ്ട്. പിന്നെ എന്താ പറയണ്ടേ, എന്തൊരു ഉഷ്ണാലേ. ഇപ്പോൾ വന്ന് കയറിയിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഈ വീഡിയോ ഇടാൻ വൈകുന്നേരമാണ് കേട്ടോ. എന്താ വെച്ചാൽ വീഡിയോ ഇട്ട് ഫോണ് അതിൻ്റെ പണിക്ക് വെക്കാൻ പറ്റില്ല എനിക്ക്. കാരണം ഫോൺ എനിക്ക് ആവശ്യമുണ്ട് പഠിക്കാൻ. നാളെ പരീക്ഷ ഉണ്ടല്ലേ, നാളെ ഒരു എക്സാം കൂടി ഉണ്ട്. അതുകൊണ്ട് ഒരു പശു പോകണുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാൽ സ്വന്തം പോവാണെന്ന്. മുന്നിൽ ആളുണ്ട്. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി, അത് പറയണ്ടേ? എന്താ അബദ്ധം എന്നറിയോ? ഇന്നലെ വലിയ കാര്യത്തിൽ ടീച്ചിങ് മെത്തേഡ് എടുത്ത് പഠിക്കേനെ ഞാൻ. ഇന്ന് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനാണ്. എന്നിട്ട് ഇന്നലെ ഞാൻ ടീച്ചിങ് മെത്തേഡ് പഠിക്കുക. 8-8:30 ഞാൻ അങ്ങനെ പഠിച്ച്. പിന്നെ ഒരു ഡൗട്ട് വന്നപ്പോൾ ഞാൻ വാട്സപ്പിലേക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ചോദിച്ചതപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുകയാണേ, ഈ ടീച്ചിങ് മെത്തേഡാണ് പഠിക്കണത്, നാളെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ അല്ലേ എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എനിക്ക് മൂക്കുകൂടിയും ചുവട്ടുകൂടിയൊക്കെ ഒരു പുക അങ്ങോട്ട് പോയി. ഡിം. എന്താ കാട്ടാന്നായി പോയി. 9 മണി ആവും ചെയ്തിനു. പിന്നെ ഞാൻ എന്താക്കി ഉണ്ടാവും, ഉറക്കൊഴിഞ്ഞ് പഠിച്ചെന്ന വിചാരം. കുറച്ച് നോട്ട്സൊക്കെ ഒന്ന് വേഗം അങ്ങോട്ട് ക്ലിയറാക്കി പോയി കിടന്നുറങ്ങി. പക്ഷെ നമ്മൾ തല കൂടുതലായിട്ട് ടെൻഷൻ ഒഴിന്ന് കളിക്കുന്ന സമയത്തെ തലയിലൊന്നും കയറൂല. അത് വെറുതെ ഒന്നും കയറൂല. ഒരാൾ പറഞ്ഞാൽ പോലും നമുക്ക് ഒന്നും തലയിൽ കയറൂല. അത് കാരണം ഞാൻ എന്താട്ടി, ഒക്കെ സെറ്റാക്കി. ഏകദേശം എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതൊക്കെ ക്ലിയറാക്കി വെച്ച്, നോട്ട്സൊക്കെ ഒന്ന് ക്ലിയറാക്കി വെച്ച് ഞാൻ പിന്നെ ഉറങ്ങി പോയിട്ട്. അല്ലാതെ എന്താട്ടാനിപ്പോൾ കരഞ്ഞു കുത്തിരിക്കാൻ പറ്റുമോ? ഉറങ്ങി. രാവിലെ ഒരു 4-4:30 എണീറ്റ് 3 മണിക്കൂർ പഠിച്ചു. ഒരു 6:30 വരെ പഠിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാനിട്ട് അവളെ വിളിച്ച് ചോദിച്ചിട്ടില്ല, ഞാൻ ടീച്ചിങ് മെത്തേഡ് കണക്കാക്കി ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലുള്ള എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു തരട്ടെ. എന്തവസ്ഥയായിരിക്കുന്നു? കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ കണ്ടില്ലേ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അവരുടെ റിയാക്ഷൻ മുഖത്ത് മറ്റൊരു തരാന്ന് പറഞ്ഞു എഴുതും. ഞാനൊക്കെ കൂടി അന്തം വിട്ട് നിൽക്കുക. ആ അവസ്ഥയാവുമായിരുന്നു. എന്തായാലും അതിൻ്റെ അവസ്ഥ വന്നിട്ടില്ല. ഞാനും തരന്ന് പറഞ്ഞിട്ട് എഴുതിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വിശേഷം. പിന്നെ ഇനി ഞാൻ ഇതേമാതിരി വീഡിയോ എന്നിടാം അടുത്ത ചൊവ്വാഴ്ച ഇടാം കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണു. ഈ ഉഷ്ണമൊക്കെ നെവർ മൈൻഡ് ആക്കുക. നോമ്പെടുക്കണവരത് വല്ലാത്തൊരു കഷ്ടമാണ് അല്ലേ, ഭയങ്കര ഉഷ്ണം. ഞാൻ ഇന്നുകൂടി ആരോടത്തോ ഒന്ന് പറഞ്ഞു വരികയായിരുന്നു, നോമ്പെടുക്കണവർ എന്തൊരു ഉഷ്ണമാണോ, വെള്ളം പോലും കുടിക്കാൻ പറ്റണില്ലല്ലോ ഭഗവാനെ എന്നും പറഞ്ഞിട്ട്. എന്തായാലും വേണ്ടിയില്ല, എല്ലാം നല്ലതിനാവട്ടെ. ഓക്കെ, വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ഇന്ന് ഞാൻ നിർത്തുന്നു. ബൈ.